ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ എന്നത്തെയും പോലെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേയോ മോർണിംഗ് റുട്ടീനോ അല്ലെങ്കിൽ കുക്കിങ്ങോ ടിപ്സോ ഒന്നുമല്ല കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഇന്ന് എൻ്റെ ഏറ്റവും എനർജി ലോസ് ആയിട്ടുള്ള ഒരു ദിവസത്തെ എങ്ങനെ ഞാൻ സെറ്റാക്കി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ ഡെയിലി ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് കണ്ടൻറ്റൊക്കെ ഇട്ട് വന്നപ്പോഴാണ് നമ്മുടെ പീരിയഡ്സ് ഇങ്ങ് വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും നമ്മുടെ വീഡിയോ സ്റ്റോപ്പ് ആക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ വെറുതെ നമ്മളെന്തെങ്കിലും വീഡിയോ എടുത്തിട്ടും കാര്യമില്ല. അപ്പം നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഉൾപ്പെടുത്തി ഈ ഒരു ഡേ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചേ. എനിക്ക് ആദ്യമൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ക്രിഞ്ചായിരുന്നു കേട്ടോ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനൊക്കെ എന്തിനാ ഇപ്പോൾ ക്രിഞ്ചിൻ്റെയൊക്കെ ആവശ്യം എന്ന് കേട്ടോ. കാരണം നമ്മുടെ ഓരോ അവസ്ഥ നമ്മൾ ഈ സമയത്ത് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഓരോ അവസ്ഥകൾ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പം അവരുടെ എക്സ്പീരിയൻസും നമുക്കറിയാം. പിന്നെ നമുക്കറിയാവുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ അടുത്തും പറയാം. അങ്ങനെ അവർക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മളെടുത്തും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പീരിയഡ്സ് ഡേ ഇൻ മൈ ലൈഫ് ഡീറ്റെയിൽസ് ആയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെ പീരിയഡ്സ് എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രഗിൾസ് നിറഞ്ഞൊരു പീരിയഡ്സാണ്. അതായത് ഫസ്റ്റ് പീരിയഡ്സ് ടൈം മുതൽ എനിക്ക് ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയാണ്. ഇപ്പം ആ ഒരു ടൈമിലൊക്കെ എനിക്ക് 6 ദിവസമൊക്കെ കണ്ടിന്യൂസ് വേദന ഉണ്ടാവുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കാണിക്കാത്ത ഡോക്ടർമാരോ ഞാൻ ചെയ്യാത്ത ട്രീറ്റ്മെൻറ്റ്സോ ഒന്നുമില്ല. പക്ഷേ എനിക്ക് യൂട്രസിനോ ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാൻ ഹോമിയോ കാണിച്ചിട്ടുണ്ട്, ആയുർവേദം കാണിച്ചിട്ടുണ്ട്, അങ്ങനെ കുറേ ഗുളികകളൊക്കെ കുടിച്ചിട്ടുണ്ട് ഈ ഒരു വേദന മാറാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ മെഡിസിൻസിലൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞപ്പം ഞാനിപ്പോൾ ഈ വേദന ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് സഹിക്കുകയാണ് കേട്ടോ. ടൈമിൽ 2 ദിവസം ഞാൻ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ കടന്നു പോകുന്നത്. അപ്പോൾ 2 ദിവസമാണെങ്കിലും രാത്രി ഒട്ടും ഉറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ ഹോട്ട് ബാഗും അതുപോലെ തന്നെ ഉലുവ വെള്ളം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരികയാണ് കേട്ടോ ചെയ്യുക. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഇതിന് മുന്നേ വീഡിയോസിലിട്ട പോലെ സിന്നമൺ വാട്ടർ, ജിഞ്ചർ ടീ അതൊക്കെ കുടിക്കുമ്പം എൻ്റെ സിവിയർ പെയിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ആശ്വാസം കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ടിപ്സും കാര്യങ്ങളൊക്കെ അതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു സ്മൂത്തി ഉണ്ടാക്കി കഴിക്കാൻ വിചാരിച്ചു. കാരണം ഈ ഒരു ടൈമിലെ വേദന കാരണം നടുവേദന, വയറുവേദന, വോമിറ്റിംഗ് ടെൻഡൻസി, പിന്നെ കാലുവേദന, അപ്പോൾ ഇതൊക്കെ കാരണം നമുക്ക് ഒന്നും കഴിക്കാനോ കുടിക്കാനോ ഒന്നും തോന്നില്ല. അപ്പോൾ സ്റ്റൊമക്ക് എംപ്റ്റി ആയിട്ടിടുമ്പം ഗ്യാസിൻ്റെ പ്രശ്നം വരും. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ കണ്ടുപിടിച്ച് സ്മൂത്തിയാണ് കേട്ടോ ഇത്. അപ്പം ഞാനിത് കുടിച്ചപ്പോഴാണെങ്കിലും എനിക്ക് അത്യാവശ്യം എന്താ പറയുക കുടിക്കാൻ പറ്റിയ ഒരു ടൈമിൽ. പൊതുവേ നമുക്ക് ചോറൊന്നും കഴിക്കാൻ പറ്റില്ല, എല്ലാവർക്കും അല്ല കേട്ടോ ഈ ഒരു വേദനയുള്ളവർക്ക്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ്. ഇതല്ലാത്തവർക്കും ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ. പിന്നെ ഈ ഒരു ടൈമിൽ ബനാനയും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ്സ്, ഓട്സ് ഇതൊക്കെ കാൽസ്യം, പൊട്ടാസ്യം, അയണൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ടൈമിൽ ക്രാംസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത് പീരിയഡ്സിൻ്റെ പെയിൻ അങ്ങ് മാറ്റുന്ന ഡ്രിങ്കൊന്നും അല്ല കേട്ടോ. നമുക്കൊന്ന് എനർജി കീപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഓട്സ് കുതിർത്ത് വെച്ചിട്ട് അതിലേക്ക് ബനാനയും അതുപോലെ തന്നെ ഞാൻ കുതിർത്ത് വെച്ച നട്ട്സും ഡേറ്റ്സും ഒക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അതായത് മിക്സിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ പാലും കൂടെ ചേർക്കുന്നുണ്ട്. അങ്ങനെ അങ്ങ് കുടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് കുടിച്ചപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ഫില്ലായിട്ടുണ്ടായിരുന്നേ. പിന്നെ രാവിലെ തന്നെ എണീച്ചപ്പം ഒന്ന് ചൂടുവെള്ളത്തിൽ മേലൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളത്തിൽ മേലെ കഴുകുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാണ്. പിന്നെ ഞാൻ അതിന് ശേഷം സിനമൺ വാട്ടർ കുടിച്ചിട്ടുണ്ടായിരുന്നു വെറും വയറ്റിൽ. അത് നമുക്ക് ഈ ഒരു വയറിനാണെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ ക്രാംസൊക്കെ ചെറിയ രീതിയിൽ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഞാൻ കുറേ നേരം കിടന്നതിന് ശേഷമാണ് എണീറ്റിട്ട് ഇത് ട്രൈ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ കഴിക്കാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ ഒരു ടൈമിൽ പിന്നെ അങ്ങനെയൊന്നും ചെയ്യാറില്ല, അധികം റെസ്റ്റ് തന്നെയാണ്. പിന്നെ ഓരോരുത്തർ പറയും അപ്പം ജോലിക്ക് പോകുന്നവരില്ലേ, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരില്ലേ എന്നൊക്കെ. നമുക്കങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ചെയ്യണം. ഇപ്പം പിന്നെ അമ്മയുള്ളത് കൊണ്ട് മോൻ്റെ കാര്യങ്ങളും ഒക്കെ അമ്മ തന്നെ നോക്കിക്കോളും. അപ്പം പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമ്പം നമ്മൾ റെസ്റ്റ് എടുക്കുക. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ ഹോട്ട് ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് നിന്നാൽ തോന്നും ഇരുന്നാലോ, ഇരുന്നാൽ തോന്നും കിടന്നാലോ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓരോ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഹോട്ട് ബാഗൊക്കെ വെച്ച് കുറച്ച് നേരം കിടന്നതിന് ശേഷം പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എണീറ്റ്. അതൊന്നും കഴിക്കാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഗ്യാസ് കയറാതിരിക്കാനാണ് ഞാൻ ഈ സ്മൂത്തി കുടിച്ചത്. അപ്പോൾ അതിന് ശേഷം പിന്നെ ചോറ് കറിയൊന്നും കൂടി കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. അപ്പം എൻ്റെ അമ്മയും അച്ഛമ്മയൊക്കെ പണ്ട് ഉണ്ടാക്കി തരുന്ന ഒരു റെസിപ്പി ഉണ്ട്. അപ്പോൾ അത് തന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ ഫസ്റ്റ് പീരിയഡ്സ് ആയ ടൈമിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വയറുവേദന വരുമ്പോൾ അവർ പറയും, ആ സമയത്ത് ഞാനിത് അങ്ങനെ കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് വയറുവേദന വരുമ്പം അധികം അവർ പറയും ഇതൊന്നും കഴിക്കാത്തത് കൊണ്ടാണെന്ന് കേട്ടോ.
അങ്ങനെയൊന്നും ആയിരിക്കില്ല, എന്നാലും ഇതൊക്കെ പീരിയഡ്സ് ടൈമിൽ കഴിക്കുന്നതാണ് നല്ലതെന്നാണ് അവർ പറയുന്നത്. ഉള്ളിച്ചോറാണ്, ഞാൻ നെയ്യിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പം നെയ്യിൽ വെളുത്തുള്ളിയും ചെറിയുള്ളി നന്നായി വാട്ടി അതിലേക്ക് ചോറ് ഇട്ടിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ആദ്യമായിട്ട് പീരിയഡ്സ് ആയാലും അതുപോലെ തന്നെ പ്രസവിച്ച് കഴിഞ്ഞാലും ഒക്കെ ഞങ്ങളുടെ നാട്ടിൽ കൊടുക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അമ്മയും അച്ഛമ്മയൊക്കെ ആണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാറ് കേട്ടോ. അപ്പം അമ്മ ഇതിനെ പണ്ട് നെയ്ച്ചോറ് എന്നാണ് പറയാറ്. നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ ഈ ഒരു നെയ്യിലേക്ക് ഇതൊക്കെ മൂപ്പിച്ചതിന് ശേഷമുള്ളൊരു സ്മെല്ലുണ്ട്, അടിപൊളിയാണ്. അതൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ ഒരു ഓംലേറ്റും കൂടെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ കറിയൊന്നും കൂട്ടി കഴിക്കാനേ തോന്നാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ കഴിച്ചു കേട്ടോ. അപ്പം നല്ല മഴയുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ പോയി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ പീരിയഡ്സ് ടൈം എങ്ങനെയാണ്, പെയിൻ ഉണ്ടോ, അപ്പം എങ്ങനെയാണ് കടന്നു പോകുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് കൂടെ കൂടണേ. അപ്പോൾ താങ്ക് യു.